മൂന്നോട്ടം ചിരിച്ചേ. കേരളത്തിന് പുറത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, പ്രത്യേകിച്ച് വിദേശത്തുള്ളവർ മിക്കവാറും എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഇടും, അല്ലെങ്കിൽ കമൻ്റ് ഇടാൻ ചാൻസ് ഉണ്ട്. എൻ്റെ പൊന്നു ബെൻസി ഇങ്ങനെ കൊതിപ്പിക്കലേന്ന്. കഴിഞ്ഞ ദിവസവും നമ്മൾ ഒരു പാർട്ടിയുടെയൊക്കെ വീഡിയോ ഇട്ടിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞ നാട്ടിൽ ഫുഡ് കഴിക്കാൻ കൊതിയാവുന്നു എന്ന്. അത് എനിക്ക് മനസ്സിലാവും, കാരണം ഞാൻ ബോംബെയിലായിരുന്ന സമയത്തും ഇതുപോലെയൊക്കെയുള്ള സദ്യ വീഡിയോകൾ, പ്രത്യേകിച്ച് ഇലയ്ക്കകത്തൊക്കെ ഉള്ളത് കാണുമ്പോൾ ഭയങ്കര ഒരു കൊതിയായിരുന്നു നാട്ടിൽ പോകാനൊക്കെ ആയിട്ട്. അതങ്ങനെയാണ്, നമ്മൾ മലയാളികളുടെ ഒരു വികാരമാണല്ലോ ഇലയിൽ ഒരു സദ്യ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടായിരുന്നു. കാരണം ചർച്ചിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് ശേഷം വന്നതിന് ശേഷമാണ് ഞാൻ അച്ചാറിടാൻ തുടങ്ങിയത്. വെളുപ്പാങ്കാലമായി കിടന്നപ്പോൾ രാവിലത്തെ ചർച്ചിലും പോകണമായിരുന്നു. ശനിയാഴ്ചയായിരുന്നു ഈ പ്രോഗ്രാം. അപ്പോൾ പിറ്റേന്ന് ചർച്ചിൽ പോകണമായിരുന്നു. ജോസാനായിരുന്നു അടുക്കളയിൽ കയറിയെന്നൊക്കെ, പൊതിച്ചോറുണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. ചർച്ചിലെ സെൻറ്ററിൻ്റെ മാസയോഗമായിരുന്നു. അതായത് ഓരോ മാസവും ഓരോ ചർച്ചിൽ വെച്ച് ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്നൊരു കോമൺ മീറ്റിംഗ് നടത്താറുണ്ട്. അങ്ങനെയുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. രാവിലെ തന്നെ പോകും. ഒന്നാമത്തെ ദിവസം നല്ല മഴയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കാര്യം പൊതുവേ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചർച്ചിൽ തന്നെയാണെങ്കിലും പലർക്കും ഞാൻ ചെയ്യുന്ന ബിസിനസ് എത്രത്തോളം അത് ഡീപ്പായിട്ട് അറിയാമെന്ന് എനിക്കറിയില്ല. കാരണം അവരാരും വ്ളോഗ് കാണുന്നവരെല്ലാവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എൻ്റെ വ്ളോഗാണ് നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം ഞാൻ എത്രത്തോളം തിരക്കാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, എങ്ങനെയെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ അച്ചാർ ബിസിനസ്സൊക്കെ ഉണ്ട്. പക്ഷെ ഇത്രയും ഡീപ്പായിട്ട് ആർക്കും അറിയില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ദിവസം പോലും വീട്ടിൽ നിന്നും മാറി നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്കാണ്. കാരണം ഒരു 2 മാസത്തേക്കുള്ള ഓർഡറുകൾ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തവർ, ഞാനിപ്പോൾ അധികം അഡ്വാൻസ് ഓർഡർ എടുക്കുന്നില്ല. കാരണം മനുഷ്യൻ്റെ അവസ്ഥയാണ്, എപ്പോഴാണ് എന്താണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പക്ഷെ പലരും നിർബന്ധിച്ച്, പ്രത്യേകിച്ച് വിദേശത്തു നിന്നുള്ളവർ, അവർ അവിടെ നിന്ന് വരുമ്പോഴേ പേയ്മെൻറ്റ് ചെയ്തിട്ടേക്കും, എനിക്ക് ലിസ്റ്റ് തന്നേക്കും എന്തൊക്കെയാണെന്നുള്ളത്. അവർക്ക് കൊണ്ടുപോകാനുള്ള A to Z സാധനങ്ങൾ അതിൽ കാണും. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ അവർക്ക് പിന്നെ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ച് അവർ പോകുന്നതിൻ്റെ 3-4 ദിവസം മുമ്പ് സാധനം കിട്ടത്തക്ക രീതിയിൽ അവർക്ക് പാക്ക് പോലും ചെയ്യേണ്ട, ഡയറക്റ്റ് വിദേശത്തോട്ടുള്ള പാക്കിംഗ് ഇവിടുന്ന് നമ്മൾ ചെയ്താണ് കൊടുത്തു വിടുന്നത്. പലരും വന്നെടുക്കാറുണ്ട്. ആഴ്ചയിൽ ഒരു 3-4 കസ്റ്റമേഴ്സേലും കാണും വന്നെടുക്കുന്നവർ. ഇപ്പം സപ്പോസ് ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥനയുള്ള ദിവസമാണെന്ന് വെച്ചു, നമ്മൾക്ക് വേണ്ടി അവർ സാധനങ്ങൾ എടുക്കാൻ ദൂരത്തുനിന്ന് എറണാകുളം, ട്രിവാൻഡ്രം, കൊച്ചി, ചെങ്ങന്നൂർ, കോഴഞ്ചേരി, കോട്ടയം ഇവിടുന്നൊക്കെയാണ് പലരും വരുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ അയ്യോ ഞങ്ങൾ വീട്ടിൽ കാണത്തില്ല, നിങ്ങൾ വേറെ ഒരു ദിവസം വരും എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പം ചിലരിടത്തൊക്കെ പറയാറുണ്ട്, ഒന്ന് പ്രയറിന് പോകുവാണ്, ഉച്ച കഴിഞ്ഞ് വരാൻ പറ്റുമോ, അങ്ങനെ വരുന്നവരുണ്ട്. പക്ഷേ പലരും വെറും ഒരാഴ്ചത്തേക്ക് ലീവിന് വരുന്നവരുണ്ട്, അല്ലെങ്കിൽ 3-4 ദിവസത്തേക്ക് വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അവർ പറയുന്ന സമയം നമ്മൾ സാധനം കൊടുക്കണം, നമ്മളിവിടെ വേണം. അതുകൂടാതെ ഞങ്ങളിപ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയുള്ളവർ മാത്രമായിരുന്നു ഇങ്ങനെ സാധനം എടുക്കാൻ വരുന്നത്. പക്ഷേ ഇപ്പം ചോദിച്ചറിഞ്ഞ് പലരും വരുന്നുണ്ട്. കാരണം അവരുടെ റിലേറ്റീവ്സ് പറഞ്ഞറിഞ്ഞിട്ട്, അതുമല്ലെന്നുണ്ടെങ്കിൽ അവരെവിടെയെങ്കിലും പോയി ഒന്ന് ടേസ്റ്റ് നോക്കി, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് കഴിച്ചിട്ട് നല്ല സാധനമാണെന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെ ചോദിച്ചറിഞ്ഞ് പലയിടത്തുനിന്നും പലരും വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചർച്ചിലെ എല്ലാ മീറ്റിങ്ങുകൾക്കും എനിക്ക് പോകാൻ പറ്റില്ല. 2 പേരും പോകാതിരിക്കേണ്ടെന്ന് കരുതി ഞാൻ പറയും, ജോസാൻ ഒരു കാര്യം ചെയ്യും, ജോസാൻ പൊക്കോ. ജോസാൻ ഇവിടെ നിന്നാൽ കട മാത്രമേ മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേസമയം ഞാൻ നിന്നാൽ കടയിലെ കാര്യവും നോക്കും, അച്ചാറിൻ്റെ കാര്യവും നോക്കും, അടുക്കള കാര്യവും നോക്കും. കൂടുതലും ജോസാനാണ് പ്രയറിന് പോകുന്നത്. ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാനും പോകും. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് ഇത് പലർക്കും അറിയാത്തത് കൊണ്ടായിരിക്കാം. വെറുതെ വീട്ടിൽ ഇരിക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള ചിന്തയോടെയും പലരും അവരുടെ ഒരു സംശയമാണത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഞാനൊരു ഓഫീസ് ജോലിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എനിക്ക് ലീവ് എടുക്കാം, ഒരാഴ്ച വേണേലും ലീവ് എടുക്കാം. പകരം എൻ്റെ ജോലി ചെയ്യാൻ അത്രയും അല്ലെങ്കിലും അത്യാവശ്യം മാനേജ് ചെയ്യാൻ വേറെ സ്റ്റാഫ് അവിടെ ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഞാൻ ഭയങ്കരമായിട്ട് കമ്മിറ്റ്മെൻറ്റ്സ് കൂടുതലാണ് നമുക്ക് ഇങ്ങനെയുള്ള ജോലിക്ക്. ഇന്ന സമയത്ത് സാധനം കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കണം. അച്ചാറെന്നൊക്കെ പറയുമ്പോൾ 1-2 കിലോ അല്ല ഇടുന്നത്. മീനെന്ന് പറയുമ്പോൾ ഒരു 10 കിലോ 15 കിലോ അത് കഴുകി വാരി ഫ്രൈ ചെയ്ത് അതിൻ്റെ അച്ചാറാക്കണം. അതിന് ശേഷം പിറ്റേന്ന് ഒരു 10-15 കിലോ ബീഫ് ഇടണം. അതിനുശേഷം പിറ്റേന്ന് ഒരു 10 കിലോ മാങ്ങ എന്ന് പറയുമ്പോൾ 1 കിലോ അല്ല 10 കിലോ ഒക്കെ അരിഞ്ഞ് ഉപ്പിട്ടൊക്കെ വെക്കുന്ന എത്ര സമയം പോകുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം പിറ്റേന്ന് ഒരു 10 കിലോ നാരങ്ങ ആവി കയറ്റി അരിഞ്ഞ് ഉപ്പിട്ട് വെക്കുമ്പോൾ ഒരു ദിവസം പിറ്റേന്നാണ് അച്ചാറടക്കം നടക്കത്തുള്ളൂ, അന്ന് തന്നെ നടക്കത്തില്ല. അതിൻ്റെ പിറ്റേന്നായിരിക്കും ഒരു 10 കിലോ നെല്ലിക്ക. ഇങ്ങനെ ഇത് റുട്ടീനാണ്, ഓരോ ദിവസവും ഇങ്ങനെ റുട്ടീനാണ് എൻ്റെ ജോലി എന്ന് പറയുന്നത്. പലതരത്തിലുള്ള അച്ചാറുകളാണല്ലോ. പിന്നെ നാരങ്ങ, വെളുത്തുള്ളി, അതുപോലെ തന്നെ നാരങ്ങ, ഈന്തപ്പഴം, കാഷ്യൂനട്ട്,
പിന്നെ കാന്താരി ഉള്ളപ്പോഴാണെങ്കിൽ നെല്ലിക്ക കാന്താരി, നാരങ്ങ കാന്താരി, ഇങ്ങനെ പലതാണല്ലോ. ഓരോന്ന് ഇട്ട് തീരുമ്പോഴത്തേക്ക് അടുത്തത് തീരും. ഇതിങ്ങനെ ഒരു ചക്രം കറങ്ങുന്ന കണക്കേ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് അച്ചാറിടുന്നത് മാത്രമല്ല, ഇതിനിടയ്ക്ക് വാട്സാപ്പിൽ ഓർഡറുകൾ വരുന്നത് എടുക്കണം, അതിൻ്റെ ടോട്ടൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത ശേഷം അതെല്ലാം ഡയറിയിൽ എഴുതി വെക്കണം. അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തവർക്ക് എന്നാ കൊടുക്കേണ്ടതെന്ന് ഡയറിയിൽ എഴുതി വെക്കണം. ഇതെല്ലാം ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. കാരണം ഞാനാണല്ലോ നിങ്ങളുമായിട്ട് കൂടുതലും സംസാരിക്കുന്നതും ഡീറ്റെയിൽസ് എല്ലാം തരുന്നതും. ജോസാൻ എത്ര സ്റ്റോക്ക് ഉണ്ട്, എന്തുണ്ട് ഒന്നും അറിയത്തില്ല. ഓരോന്ന് തീരുമ്പം ഞാൻ ഇന്ന സാധനം തീർന്നെന്ന് പറയും, മാർക്കറ്റിൽ പോയി മേടിച്ചുകൊണ്ട് തരും. ഇതാണ് ജോസാൻ്റെ ഡ്യൂട്ടി. അപ്പം ഇത് കാരണം ഇടയ്ക്ക് പലരും അവല് വിളയിച്ച് കൊടുക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനതിപ്പോൾ ചെയ്യാറില്ല. കുറേ മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് 2 ദിവസം അടുപ്പിച്ച് അവല് വിളയിച്ചത്. കുറേ ഓർഡറുകൾ വന്നു, അതുകൊണ്ട് ചെയ്തതാണ്. ഇനി ഇങ്ങനെ ഇരിക്കുമ്പോൾ 1-2 മാസം കൂടുമ്പോഴാണ് ഞാൻ അവല് പോലും വിളയിക്കുന്നത്. നേരത്തെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യാൻ ചേച്ചിമാരെ വിളിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അതുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഇഷ്ടം അനുസരിച്ചുള്ളവരെ കിട്ടണം, നമ്മൾ പറയുന്ന അനുസരിക്കുന്നവരെ കിട്ടണം. അതുമാത്രമല്ല എനിക്ക് വേണ്ടപ്പോൾ അവരെ കിട്ടാറില്ല. വന്നാലും അച്ചാറടക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യിപ്പിച്ചിട്ടില്ല. തൂത്തുതുടപ്പ്, പിന്നെ ഇഞ്ചി ചിരണ്ടക്കം, മാങ്ങ അരിയക്കം, നാരങ്ങ അരിയക്കം, ഇങ്ങനെയുള്ള പണികളെ ചെയ്യിപ്പിക്കാറുള്ളായിരുന്നു. അതിനുശേഷം പാക്കിങ് ചെയ്യുക, വിദേശത്തോട്ടുള്ള പാക്കിങ് വേറെ, കേരളത്തിലോട്ടുള്ള നമ്മുടെ സാധാ പാക്കിങ് വേറെ, അതിനുശേഷം വന്നെടുക്കുന്നവർക്ക് സമയം കൊടുക്കുന്നത് വേറെ. ഇതെല്ലാം കഴിഞ്ഞ് ലേബൽ ഒട്ടിക്കൽ, സീലിംഗ് ഒക്കെ കഴിഞ്ഞ് ജോസാൻ്റെ കയ്യിലോട്ട് സാധനം എത്തും. ലിസ്റ്റ് ഉൾപ്പെടെ ജോസാന് കൊടുക്കണം. ഇതെല്ലാം ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന സമയത്തൊക്കെ പ്രയറിന് പോവാറുണ്ട്. അല്ലാതെ എല്ലാവരെയും പോലെ എല്ലാ മീറ്റിങ്ങിനും പോക്ക് എനിക്ക് നടക്കത്തില്ല. സൺഡേ ഞാൻ ഒഴിവാക്കാറില്ല. പിന്നെ ചില ദിവസം ഇടയ്ക്ക് നമുക്ക് ഫ്രീ ടൈം കിട്ടും, കിട്ടത്തില്ല എന്നല്ല. ആ സമയത്ത് നമ്മൾ ഇതുപോലെ പ്രയറുകൾക്ക് പോകാറുണ്ട്, മീറ്റിങ്ങുകൾക്ക് പോകാറുണ്ട്. ബോംബെയിലായിരുന്ന സമയത്ത് അറിയാലോ, നമുക്ക് ഒരു പെർമനൻറ്റ് ജോബാണ്. അത് ലീവ് എടുക്കാം. എല്ലാ മാസവും ഞാനും ജോസാനും മാസത്തിൽ 2-3 ദിവസം ലീവ് എടുത്ത് ഞങ്ങളുടെ ഫ്ലാറ്റിൽ പ്രയർ വെക്കുമായിരുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ അവിടുത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് കൂടുതലും രാത്രിയാണ്. ചിലപ്പോൾ ഓഫീസ് കഴിഞ്ഞായിരിക്കും ഡയറക്റ്റ് മീറ്റിങ്ങിനായിരിക്കും കയറുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ 7:30ക്കാണ് പ്രയർ തുടങ്ങുന്നത്. ചിലപ്പോൾ 7 മണി 7:30ക്കൊക്കെയാണ് ഞങ്ങളുടെ ഈവനിങ് പ്രയർ തുടങ്ങുന്നത്. അപ്പോൾ അത് അവിടെ എല്ലാം ജോലിക്കാരാണല്ലോ. അപ്പോൾ അങ്ങനെ പോയി സംബന്ധിക്കും. പ്രയറുകളൊന്നും മുടക്കിയിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ ജോലി എന്ന് പറയുന്ന ഒരു ഓഫീസ് ജോലിയേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ജോലിയാണ്. കാരണം ഞാൻ തന്നെ ചെയ്യുന്ന എൻ്റെ ഒരു സംരംഭമാണ്. എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. നാട്ടിൽ വന്ന ശേഷം പല ജോലിക്കും ട്രൈ ചെയ്തു, പലയിടത്തും പോയി. പക്ഷേ നമുക്ക് പറ്റുന്ന ജോലി കിട്ടിയില്ല. ഒരു സാലറി ഒരു ഇച്ചിരിയെങ്കിലും ഇല്ലാതെ നമുക്ക് മുമ്പോട്ടൊരു ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ജോലിക്ക് കയറിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു സൺഡേ മാത്രമേ എനിക്ക് പോകാൻ പറ്റൂ. അത് വെച്ച് നോക്കുവാണെങ്കിൽ അതിലുപരി എനിക്ക് ഇട ദിവസങ്ങളിലൊക്കെ പറ്റുന്നിടത്തോളം ഇപ്പോൾ പോകാൻ പറ്റുന്നുണ്ട്. എല്ലാവരും മുടങ്ങാതെ പോകുന്നതൊക്കെ എനിക്ക് പോകാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. കട കൂടി ഉള്ളതുകൊണ്ട് ഞാൻ പ്രയറിന് പോകുവാണെങ്കിൽ ജോസാൻ ഇവിടെ കാണും, ജോസാൻ പോകുവാണെങ്കിൽ ഞാനിവിടെ കാണും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈവമായിട്ട് കാണിച്ചു തന്നൊരു വഴിയാണ്. ഞങ്ങളുടെ ഒരു ഉപജീവന മാർഗ്ഗമാണല്ലോ. കാരണം ബോംബെയിൽ നിന്ന് 2 പേരുടെയും ജോലി പോയി, നാട്ടിൽ വന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ ജോലിയും കിട്ടുന്നില്ല. അങ്ങനെ നിന്ന സമയത്ത് ദൈവമായിട്ട് കാണിച്ചു തന്ന ഒരു വഴിയാണ്. അത് ഉപേക്ഷിക്കാനും പറ്റില്ല. അതും കൂടി ഇനി നിർത്തിയിട്ട് വേറെ ദൈവത്തോട് ദൈവമേ വീണ്ടും ഒരു പുതിയ വഴി കാണിച്ചു തരേണ്ടതെന്ന് വെച്ചാൽ ദൈവം നമ്പരാൻ തന്നെ ചിന്തിക്കും. ഓൾറെഡി ഒരു വഴി കാണിച്ചു കൊടുത്തു, അത് കളഞ്ഞിട്ട് ഇനി അടുത്ത എന്ത് വഴിയാണ് കാണിച്ചു തരേണ്ടതെന്ന് ചിന്തിക്കത്തില്ലേ? മന്ത്ലി സാലറിക്ക് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാണെങ്കിൽ എനിക്കൊന്ന് 8-9 മണിക്കൂറൊക്കെ ജോലി ചെയ്താൽ മതി. അത് നോക്കുവാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം 12 മണിക്കൂർ, 14 മണിക്കൂർ, ചില ദിവസങ്ങളിൽ 17 മണിക്കൂറൊക്കെ ഞാൻ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കതിലൊരു സങ്കടവും ഇല്ല, പരാതിയില്ല, പരിഭവവും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ദൈവം കാണിച്ചു തന്ന വഴിയാണ് ജീവിക്കാൻ വേണ്ടി. അനേക സ്ഥലത്തുനിന്ന് അനേകം പേര് വന്ന് മേടിക്കുന്നു. അതൊക്കെ ഒരു ദൈവകൃപയാണ്, അല്ലാതെ ഒന്നുമല്ല. അന്നെന്നുള്ളത് ദൈവം നൽകി തരുന്നു. ഇതിൽ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. കാരണം കുറേ പേരെ ഞാൻ കാണിച്ചല്ലോ, ചർച്ചിലുള്ളവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഞാൻ വീഡിയോ എടുത്ത നല്ല കുറേ ക്ലിപ്സ്, അതായത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തമാശകളൊക്കെ ഉള്ള ഒരു കുറേ ക്ലിപ്സ് ഉണ്ട്. അതെനിക്ക് ഓപ്പൺ ആവുന്നില്ല. ഫെയിൽഡ് ടു ലോഡ് വീഡിയോ എന്നാണ് കാണിക്കുന്നത്. എന്ത് പറ്റിയെന്ന് അറിയില്ല. നിങ്ങൾ പഴവും പപ്പടവും പ്രഥമനും കൂടി ഇളക്കി കഴിച്ചിട്ടുണ്ടോ? നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എനിക്കങ്ങനെ കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വിട്ടു. ഒരപ്പച്ചൻ കഴിക്കും. പ്രഥമനും പഴം കൂടെ ഇളക്കി കഴിക്കുന്ന ഇച്ചിരി വീഡിയോ എടുത്തേ. ആവശ്യം ഉണ്ടായിട്ടായിരിക്കും എടുത്ത കേട്ടോ. ഇരിക്കട്ടെ, ഇരിക്കട്ടെ. ആവശ്യം വന്നാൽ കൊടുക്കാം. തിന്നച്ചാ എട്
ചേട്ടാ സൂസമ്മാമ്മയുടെ വിലയൊക്കെ കാലിയായി. ആ കഴിക്ക് ഏതാണ്ട് ചേടാ ഇനി ചോറ് കഴിക്കാനില്ല മതി. ലൈവാണേ പ്രഥമൻ. നീ അങ്ങോട്ട് പോകും. വേണമെങ്കിൽ ഓരോന്നും എടുക്കാം. വീണ്ടും വന്നടേ. മൂന്നോട്ടം ചിരിച്ചടേ. ആൾറെഡി ഒരു വട്ടം വന്നിട്ട് പോയതാ. ചിരിച്ചു അല്ലയോ? വാർത്തപ്പിന്നെ നയിക്കണേ. അപ്പോൾ ഇലയിലെ സദ്യ കഴിഞ്ഞു, പ്രഥമൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എല്ലാവരും പ്രഥമനാണ് കൂടുതൽ കഴിക്കുന്നത് കേട്ടോ. ഞാനും, കാരണം മറ്റൊന്നുമല്ല, ഞാൻ 2 ഗ്ലാസ് കുടിച്ചു. ബാക്കിയുള്ളതെല്ലാം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതാണല്ലോ, പ്രഥമനൊന്നും എപ്പോഴും ഉണ്ടാക്കാറില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇത് ഞങ്ങൾ ഒരു ദിവസം ഇവിടുത്തെ തേപ്പൊട്ടി തേച്ചുകൊണ്ടിരുന്നപ്പോൾ തേപ്പൊട്ടി കേടായി. അങ്ങനെ പുതിയൊരു തേപ്പൊട്ടി നോക്കാനായിട്ട് കൊട്ടാരക്കര ഓക്സിജനിൽ കയറിയതാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷോപ്പിൽ കയറുന്നത്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ത്രീകളുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ചെന്നാൽ എല്ലാം ഒന്ന് നോക്കി. എനിക്കൊരു മിക്സി വേണം കേട്ടോ. എൻ്റെ മിക്സി പന്നലായി, എത്രയോ വർഷമായി ഞാൻ ഉപയോഗിക്കുന്ന മിക്സി. ഇപ്പം പ്രീതിയുടെയാണ്, വേറെ ഒരു ബ്രാൻഡ് നോക്കണമെന്നുണ്ട്. സുജാത നല്ലതാണെന്ന് കേട്ടു. അപ്പം ഉടനെ എനിക്കൊരു മിക്സി വേണം. ഇപ്പം ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി പെൻഡിങ്ങി വെച്ചേക്കുന്നു. അതുപോലെ തന്നെ എനിക്കൊരു ഗ്രൈൻഡറും വേണം. നമുക്ക് ദോശ ഇഡലിയൊക്കെ അതിൻ്റെ മാവ് അരയ്ക്കുന്നത് കുറേ നാളായിട്ടുള്ളൊരാഗ്രഹമാണ്. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ഒരു പ്രൊമോഷൻ വീഡിയോ എങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ എന്ന് മിക്സിയുടെയും ഗ്രൈൻഡറിൻ്റെയൊക്കെ. എവിടെ കിട്ടാൻ, അതിനനുസരിച്ച് വീഡിയോയും ചെയ്ത് വ്യൂസും ഉണ്ടെങ്കിലല്ലേ പ്രൊമോഷൻ കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ വീഡിയോ ഇടുന്നില്ല, വ്യൂസും ഇല്ല, പിന്നെ എങ്ങനെയാണ്? അങ്ങനെ തേപ്പൊട്ടി എടുത്തു. കാരണം ജോസാൻ, എനിക്കറിയില്ലായിരുന്നു കേട്ടോ, ഞാൻ ഈ വെയിറ്റ് കുറവുള്ളതാണ് നല്ലതെന്നും പറഞ്ഞിരുന്നു. അന്നേരമാണ് ജോസാൻ പറഞ്ഞ അല്ല, നല്ല വെയിറ്റ് ഉള്ള തേപ്പൊട്ടിയാണ് നല്ലത്, അതാകുമ്പോൾ ഒത്തിരി ബലം പ്രയോഗിക്കേണ്ട, ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ നല്ലതാണെന്ന്. ഇതാണ് എടുത്തത് കേട്ടോ, ഹാവൽസിൻ്റെ ഇതാണ് എടുത്തത്. പല തരത്തിലുള്ള തേപ്പൊട്ടി, ദൈവമേ, അതിനകത്ത് സ്പ്രേ ചെയ്യാൻ വെള്ളം ഒഴിക്കുന്ന ടൈപ്പ്, വെള്ളം ഒഴിക്കാത്ത ടൈപ്പ്, എന്തൊക്കെ വേണേലുമുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാനൊന്ന് നോക്കി. ഇത് തേങ്ങ തിരുമുന്നതൊന്ന് നോക്കിയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അവല് വിളയിക്കാൻ ഞാൻ മടിക്കുന്നതിൻ്റെ കാര്യം തേങ്ങ തിരുമക്കമാണ്. വലിയൊരു ടാസ്ക്കാണ് ഈ തേങ്ങ തിരുമക്കം. അപ്പോൾ അതിൻ്റെ ഒന്ന് നോക്കിയതാണ്. പക്ഷേ അത് ആ മെഷീനെ കുറിച്ച് വലിയ ഒരു റിവ്യൂ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കൈ മുറിഞ്ഞു, നല്ലതല്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്ന അതിൻ്റെ റേറ്റൊക്കെ ഒന്ന് നോക്കിയതാണ്, വാങ്ങിച്ചൊന്നുമില്ല. ഇപ്പോൾ ജോസഫ് എപ്പോഴും പറയും, അല്ലാത്ത ഈ എന്താണ് ബിസിനസ് പർപ്പസിന് വേണ്ടിയുള്ള തേങ്ങ തിരുമുന്നേ ഉണ്ടല്ലോ, അതൊരെണ്ണം മേടിക്കാതെ. ഞാൻ സമ്മതിക്കാത്തതാണ് കേട്ടോ, കാരണം വല്ലപ്പോഴുമാണ് അവല് വിളയിക്കുന്നത്, പിന്നെന്തിനാണ്. അപ്പം തേപ്പൊട്ടി സെലക്ട് ചെയ്തു. എനിക്ക് ഉടനെ ഒരു മിക്സിയാണ് അർജൻറ്റ്. ഈ ഗ്രൈൻഡറിനേക്കാളും മിക്സി എനിക്ക് അർജൻറ്റാണ്. അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് നോക്കി. അതുപോലെ തന്നെ നമ്മുടെ മെഷീൻ ഉണ്ടല്ലോ തയ്ക്കുന്ന, പുതിയ മോഡലുകളൊക്കെ ഉണ്ട്. പഴയ കാലത്തായിരുന്നു കാല് വെച്ചൊക്കെ ചവിട്ടുന്നത്. ഇത് ഞാൻ കുറേ നാളായിട്ട് നോക്കി നടക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. എനിക്ക് ഒരെണ്ണം വേണം. പക്ഷേ എനിക്ക് തയ്യൽ അറിയില്ല കേട്ടോ, ഞാൻ തയ്യൽ പഠിച്ചിട്ടുമില്ല. അപ്പോൾ അവരുടെ അടുത്ത് ഇതിൻ്റെ വിലയൊക്കെ ഒന്ന് നോക്കിയതാണ്. ഞാനിപ്പോൾ എല്ലാവരുടെ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെ കയ്യിലും ഇതാണ്. ഞാൻ പല വ്ളോഗുകളിലും പല വീട്ടമ്മമാരുടെ കയ്യിലും ഇതിരിക്കുന്നുണ്ട്. ഈസിയാണ് യൂസ് ചെയ്യാൻ എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ ഡെമോയൊക്കെ യൂട്യൂബിലുണ്ട്. അന്നേരം അവിടെ നിൽക്കുന്ന പെങ്കൊച്ച പറഞ്ഞ, മേഡം ഡെമോയൊക്കെ ഉണ്ടല്ലോ, അത് കണ്ടാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുമെന്ന്. എനിക്കിതൊരെണ്ണം മേടിക്കണം. കാരണം ഇവിടെ തയ്യൽ ഭയങ്കര ഒരു പ്രശ്നമാണ്. കീറിയതൊക്കെ തയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കൊരു ഹെഡ്ഫോൺ വേണമായിരുന്നു, ഹെഡ്സെറ്റ്.
അതും മേടിച്ചു. അവിടെ ചെന്നപ്പോഴും ഏതൊക്കെ ബ്രാൻഡാണോ ഇവർ പറയുന്നത്, വയർലെസ് വേണോ മറ്റേത് വേണോ, ചെവിക്കകത്ത് മാത്രം വെക്കുന്നത് വേണോ അല്ലാത്തത് വേണോ, എനിക്കിതൊന്നും അറിയത്തുപോലുമില്ല. എനിക്ക് ആകെ ഇത് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ രാത്രി മാത്രമാണ് കേട്ടോ ഇച്ചിരി നേരം മൊബൈൽ എന്തെങ്കിലും കേൾക്കുന്നത്, അല്ലാതെ എനിക്ക് സമയമില്ലല്ലോ. അടുക്കള നിൽക്കുന്ന സമയത്തൊക്കെ അല്ലാതെ തന്നെ ഓപ്പൺ ചെയ്ത് വെച്ച് പ്രസംഗങ്ങളോ പാട്ടുകളോ ചിലപ്പോൾ കോമഡിയൊക്കെ കാണും കേട്ടോ. അപ്പം അത് അടുക്കളയിൽ നിൽക്കുമ്പം രാത്രി ഇച്ചിരി നേരം ഉറങ്ങുന്ന സമയത്ത് ജോസാനെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ, അങ്ങനെ മാത്രമാണ് ഞാൻ ഈ ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നത്. അപ്പം മേടിച്ചുകൊണ്ട് വന്നു. അപ്പം തന്നെ ജോസാൻ തേക്കാനും കയറി കുറേ തേക്കാനുണ്ടായിരുന്നു. അപ്പോൾ തേക്കാനുള്ള കുറച്ച് ഉടുപ്പുകൾ ഇങ്ങോട്ട് കൊണ്ടിടും. അത് തേച്ച് കഴിഞ്ഞിട്ട് അത് അലമാരി കൊണ്ടിട്ടിട്ട് അടുത്ത ബാച്ച് എടുത്തിടും. അങ്ങനെയാണ്. എൻ്റെ അടുത്ത് ഇപ്പം പലരും ചോദിക്കുന്നതാണ്, ബെൻസി മീൻ ഇടുന്നുണ്ടോ, ട്രോളിംഗ് അല്ലേ? അപ്പം ഇങ്ങോട്ട് ആദ്യം ചോദിക്കും മീൻ സ്റ്റോക്ക് ഉണ്ടോ എന്ന്. കുറവാണ് കേട്ടോ, കാരണം കേര കിട്ടാനില്ല. കിട്ടുന്നത് നേരത്തെയൊക്കെ 70 കിലോ 80 കിലോയുടെയൊക്കെ കിട്ടുമെന്നായിരുന്നല്ലോ. ഇപ്പോൾ കൂടിപ്പോയ ഒരു 10 കിലോ 15ൻ്റെ തന്നെ വരുന്നു സംശയമാണ്. എങ്കിലും മീൻ എടുക്കാൻ പോയി, കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് മീൻ എടുക്കാൻ പോയി എൻ്റെ ഇച്ചിരി വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ഇന്നത്തെ വ്ളോഗിൽ കുറേ വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായം പറയണം എല്ലാവരും. എന്തുണ്ടെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കല്ലേ. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.